കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ക്രിസ്തീയ സ്നാനം എന്നുള്ള വിഷയമാണ്. വളരെ ചുരുക്കമായ നിലയിൽ ആ വിഷയം ചിന്തിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുകയാണ്. എന്താണ് സ്നാനം? എന്തിനാണ് സ്നാനം? ആരാണ് സ്നാനപ്പെടേണ്ടത്? എങ്ങനെയാണ് സ്നാനം? ഇത്രയും വിഷയങ്ങളാണ് ഇന്ന് ചിന്തിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ സ്നാനം, അതായത് ക്രിസ്ത്യൻ ബാപ്റ്റിസം എന്ന വിഷയം. കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിൽ രക്ഷിക്കപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ടുന്ന 2 കാര്യങ്ങൾ കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ആത്മീയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നടപ്പിൽ വരുത്തുവാൻ സഭയ്ക്ക് ഉത്തരവാദിത്വവും കടമയുമുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ക്രിസ്തീയ സ്നാനം. രണ്ടാമത്തേത് കർത്തൃമേശ ശുശ്രൂഷയാണ്. സ്നാനം എന്ന് പറയുന്നത് ആത്മീയമായി പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു വ്യക്തിയുടെ ആദ്യ ചുവടുവയ്പും ദൈവത്തോടുള്ള നല്ല മനസാക്ഷിയുടെ പ്രത്യുത്തരവുമാകുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 3:21 നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരാത്മീയൻ്റെ ക്രിസ്തുവിനോടുള്ള തുടർമാനമായ കൂട്ടായ്മയുടെ അനുഭവമാണ് കർത്തൃമേശ എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവനും അത് അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചവർ പരപ്രേരണ കൂടാതെ തന്നെ സ്വീകരിക്കേണ്ട ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ നാം നോക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ പുലരിയിൽ സ്നാനം എന്ന വിഷയം ആദ്യം നമ്മൾ കേട്ടത് യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിലാണ്. നമ്മൾ തിരുവചനത്തിൽ അത് കാണുന്നുണ്ട്. അവൻ മാനസാന്തര സ്നാനം പ്രസംഗിച്ചു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3:3, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയൊക്കെ യോഹന്നാൻ സ്നാപകൻ നടത്തിയ സ്നാനത്തെക്കുറിച്ചുള്ള പ്രസംഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നെ യേശു സ്നാനം ഏറ്റു എന്നുള്ളത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3:21-22, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:13 മുതൽ 17 വരെ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് യേശു സ്നാനമേറ്റതിനെക്കുറിച്ച് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. പിന്നീട് യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിച്ചു എന്നും, യേശു സ്നാനപ്പെടുത്തിയില്ല, ശിഷ്യന്മാരാണ് ഈ സ്നാനപ്പെടുത്തിയത് എന്നും നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. യേശു കർത്താവ് തന്നെ സ്നാനപ്പെടുത്തിയില്ല, യേശുവിൻ്റെ ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തിയതെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു ഈ സ്നാനപ്പെടുത്തുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരെയാണ് അധികാരപ്പെടുത്തിയത് എന്ന് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് പെന്തക്കോസ്ത് നാൾ മുതൽ ഈ വലിയ കൽപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ അടങ്ങുന്ന അർത്ഥവ്യാപ്തിയും ഇതിൻ്റെ പൊരുളും ഈ ഉപദേശത്തിന് മുമ്പും പിമ്പും നടക്കേണ്ടുന്ന മറ്റുപദേശങ്ങളും ഇതിൻ്റെ നിയമവാക്യവും സ്നാനമേറ്റാൽ ചെയ്യേണ്ടത് എന്താണ് എല്ലാം നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലും അതുപോലെ തന്നെ ലേഖനങ്ങളിലും വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മാനുഷിക തത്വചിന്തകൾക്ക് ഒന്നും ഇതിൽ കൂട്ടിച്ചേർക്കുവാനായിട്ട് കഴിയത്തില്ല. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് എന്നതിന് സംശയമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ കൂട്ടിച്ചേർക്കലുകൾക്ക് ഒന്നും ഇവിടെ പ്രാധാന്യമില്ല. അതുകൊണ്ട് തിരുവചനം എന്ത് പറയുന്നുവോ ആ തിരുവചനം അനുസരിച്ച് നമ്മൾ ഈ കൽപ്പന പ്രമാണിക്കണമെന്നാണ് നമുക്ക് ദൈവവചനത്തിലൂടെ ഉപദേശം ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ
ആദ്യമായി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്താണ് സ്നാനമെന്നുള്ളതാണ്. ഇത് ഇവിടെ ഞാൻ ദൈവജനത്തോട് സംസാരിക്കുന്നത് വളരെ ചുരുക്കമായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു വ്യക്തിക്ക് ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആണ് വളരെ ചുരുക്കമായി ഈ ദൈവവചനം ഇവിടെ ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. എന്താണ് സ്നാനം? ഒന്നാമത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ യേശു കൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനയാണ് സ്നാനമെന്ന് പറയുന്നത്. സ്നാനം ആന്തരികമായി ഉണ്ടായിരുന്ന മാറ്റങ്ങൾ പ്രതിധ്വനിക്കുന്നതായ ഒരു പ്രവൃത്തിയാണ് സ്നാനമെന്ന് പറയുന്നത്. നമുക്ക് ആന്തരികമായി വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് സ്നാനം എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലന്മാർ സ്നാനത്തിന് ജനത്തെ ഉപദേശിച്ചിരുന്നുവെന്നും നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 2:38 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും. അപ്പോൾ സ്നാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശവും പഠിപ്പിക്കലുമായിരുന്നു എന്നും കാണുവാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ് സ്നാനമെന്ന് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 7:30 നമ്മൾ വായിക്കുമ്പോൾ, എങ്കിലും പരീശന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇത് നമ്മുടെ കർത്താവിൻ്റെ ആലോചനയായിരുന്നു സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നമുക്കൊരിക്കലും തിരസ്കരിച്ച് കളയുവാനായിട്ട് കഴിയത്തില്ല എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അടുത്ത് നമ്മൾ കാണുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിത്തം ഏറ്റെടുക്കുകയാണ് സ്നാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമുക്ക് പങ്കാളിത്തം വഹിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ദൈവവചനത്തിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കുകയാണ്. 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ, ആകയാൽ നാം എന്ത് പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനിയും അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് സ്നാനം ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൈവീക കൽപ്പനയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഗലാത്യ ലേഖനം 2:20 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. എന്നാൽ ഇന്ന് കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ അനേക ക്രിസ്ത്യാനികളും ക്രൂശീകരണത്തിനും ഉയർപ്പിനും ഇടയിൽ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർക്ക് ഈ ദൈവകൽപ്പന അനുസരിക്കുവാനായിട്ട് കഴിയാതെ പോകുന്നു. സ്തോത്രം. മരണം, യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർപ്പ് എന്ന 3 സത്യങ്ങൾ ധ്വനിക്കുന്ന ഏക ഉപദേശമാണ് സ്നാനമെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തിരസ്കരിച്ച് കളയാതെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് ബുദ്ധി ഉപദേശിക്കുക. അടുത്തായിട്ട് നമ്മൾ കാണുന്നു, ക്രിസ്തു കാണിച്ച മാതൃകയാണ് സ്നാനമെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് യോഹന്നാൻ്റെ കൈക്കീഴെ സ്നാനമേൽക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തു നമുക്കൊരു നല്ല മാതൃക കാണിക്കുകയാണ് ഈ സ്നാനത്തിലൂടെ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന
ഒരു പെർഫെക്റ്റ് മോഡലാണ് യേശുക്രിസ്തു എന്നുള്ളത്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ നമുക്ക് ഫോളോ ചെയ്യുമ്പോൾ ഒരു കുറവും യേശുക്രിസ്തുവിൽ പറയുവാനില്ല, ഒരു ഇൻപെർഫെക്ഷനും ക്രിസ്തുവിലില്ല. അപ്പോൾ നമുക്ക് പിൻപറ്റുവാൻ പറ്റുന്ന ഏറ്റവും നല്ല മാതൃകയാണ് കർത്താവായ യേശുക്രിസ്തു എന്നുള്ളത്. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ് സ്നാനം. ഇതുവരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ് സ്നാനം. ഇപ്പോൾ എന്തിനാണ് സ്നാനം, എന്തിനാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് സ്നാനത്തിലൂടെ. എന്തിനാണ് സ്നാനപ്പെടുന്നത്? നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ഗലാത്യ ലേഖനം 3:27 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിക്കുകയാണ് സ്നാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പഴയ വസ്ത്രം അത് പാപം നിമിത്തം കറപുരണ്ടതായിരുന്നു. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64:6 നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ നന്മ പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി പോലെയാണ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവയെ കണ്ടുകൊണ്ടാണ് കരുണാസമ്പന്നനായ ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നന്മ പ്രവൃത്തികളൊക്കെ കറപുരണ്ട തുണി, മാലിന്യമുള്ളതായിരുന്നു നമ്മുടെ പഴയ വസ്ത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:18 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവന്നതായിരുന്നാലും അത് നമുക്ക് പഞ്ഞി പോലെ ആക്കി തീർക്കും എന്ന് നമ്മുടെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ കണ്ടുകൊണ്ടാണ് യേശു കർത്താവ് നമ്മളെ ഈ കൽപ്പനയ്ക്കായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. നമ്മുടെ പഴയ വസ്ത്രം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള കോണം നമുക്കിടയായിത്തീരണം. നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനാൽ പൊതിയപ്പെടുന്ന അനുഭവമാണ്. നമ്മെ അനേകർ ഇനിയും കാണേണ്ടത് ക്രിസ്തുവിനെയാണ്. കാരണം നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ നമ്മളെ കാണേണ്ടത് ഇനി ക്രിസ്തുവിനെയാണ് കാണുന്നത്. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ നമ്മളെ അല്ല കാണേണ്ടത്, നമ്മുടെ ജഡത്തെ അല്ല കാണേണ്ടത്, നമ്മുടെ ബാഹ്യമനുഷ്യനെ കുറിച്ചല്ല നമ്മുടെ അകത്ത് നമ്മൾ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. നമുക്ക് അകത്തെ ഒരു മനുഷ്യനുണ്ട്. ആ തേജസ് ഉള്ളതായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുകയാണ് സ്നാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്ന അനുഭവം. ഹല്ലേലൂയ. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അനുദിനം വിശുദ്ധിയിലേക്ക് വളരുവാൻ ഈ വചനചിന്ത നമ്മൾക്ക് പ്രേരകമായി തീരട്ടെ. നമ്മൾ ക്രിസ്തുവിനെ ധരിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്നാനമേറ്റതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ ധരിക്കുന്ന അനുഭവമാണ് എന്ന് നമ്മൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് കൊലോസ്യ ലേഖനം 2:12 നമ്മളിങ്ങനെ വായിക്കുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ സ്നാനത്തിൽ സംഭവിക്കുന്നത് അവനോടുകൂടെ അടക്കപ്പെടുകയാണ്. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അവൻ്റെ ഉയർപ്പിൻ്റെ വ്യാപാര ശക്തി കൊണ്ടാണ് ആ ഉയർപ്പ് സാധ്യമാകുന്നത്. അത് സാധ്യമാകണമെന്ന് വരിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയാകുന്ന ഈ സ്നാനം സ്വീകരിച്ച് ആ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഒരു ഉയർപ്പ് സാധ്യമായി തീരുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വളരെ കൃത്യമായിട്ട് ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്തോത്രം. അടുത്തത്, ആരാണ് സ്നാനപ്പെടേണ്ടത്? നമ്മൾ തിരുവചനം നോക്കുമ്പോൾ ആരാണ് സ്നാനപ്പെടേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ദൈവവചനത്തിൽ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. അപ്പോൾ സ്നാനപ്പെടേണ്ടത് മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്ന ദൈവജനമാണ് സ്നാനപ്പെടേണ്ടത് എന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കർത്താവിനെ നാഥനും രക്ഷകരുമായി സ്വീകരിക്കുവാൻ എപ്പോൾ കഴിയുന്നുവോ, നമ്മുടെ വിശ്വാസം നമ്മുടെ നാവുകൊണ്ട് എപ്പോൾ ഏറ്റുപറയാൻ കഴിയുന്നുവോ, നമുക്കെപ്പോൾ വിശ്വസിക്കുവാൻ കഴിയുന്നുവോ, അപ്പോഴാണ്
നമ്മൾ സ്നാനപ്പെടേണ്ടത് എന്ന്. ആരാണ് സ്നാനപ്പെടേണ്ടത് എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതാണ് തിരുവചനത്തിൽ കാണുന്നത്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് സ്നാനമേൽക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിലല്ല നമ്മൾ സ്നാനപ്പെടേണ്ടത്. പൂർണ്ണമായ തിരിച്ചറിവോടെ വളരെ ദൈവസാന്നിധ്യ അനുഭവത്തോടെ വേണം ഈ ആത്മീക ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളികളാകാൻ. നമ്മൾ അങ്ങനെയാണ് തിരുവചനം വായിക്കുന്നത്. ദോസ് ഹൂ റിപ്പൻറ്റഡ്, മാനസാന്തരപ്പെടുന്നവർ, അവരാണ് സ്നാനപ്പെടേണ്ടത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ദോസ് ഹൂ ബിലീവ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, വിശ്വസിക്കുവാൻ കഴിയുന്നവർ. ക്രിസ്തുവിനെ നമ്മുടെ നാഥനും രക്ഷകനുമായി വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആമേൻ, നമ്മൾ തിരുവചനം വായിക്കുന്നു, നമുക്ക് കർത്താവിനെ വിശ്വസിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, അവൻ നമ്മുടെ രക്ഷകനാണ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് ഏറ്റുപറയുവാൻ കഴിയുന്നെങ്കിൽ, അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ഈ കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിക്കുവാൻ കഴിയും എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപസംബന്ധമായി മരിച്ചവർ, അവരാണ് സ്നാനപ്പെടേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത്. പാപസംബന്ധമായി മരിച്ചവരാണ് ഈ കർത്താവിൻ്റെ കൽപ്പന സ്വീകരിക്കേണ്ടത്. പാപസംബന്ധമായി മരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരടക്കമുണ്ടാകത്തില്ല. മരിക്കാത്തവനെ അടക്കുവാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് പാപസംബന്ധമായി മരിച്ചവരെയാണ് അടക്കുന്നത്. ആ അടക്ക ശുശ്രൂഷ നടക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ഒരു ഉയർപ്പ് സാധ്യമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ആരാണ് സ്നാനപ്പെടേണ്ടത്? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നവർ, അവരാണ് സ്നാനത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് അവസാനമായിട്ടുള്ളതായ ചിന്ത നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത് എന്ന് നമ്മൾ തിരുവചനം കാണുന്നുണ്ട്. ഈ സ്നാനം എന്ന് പറയുന്ന വിഷയം തന്നെ സഭകൾ അതിനെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ വളരെ നിഷ്കളങ്കമായി സത്യസന്ധമായി ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ശക്തീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ആ ദൈവവചനത്തിന് വേണം നമ്മൾ പ്രാധാന്യം കൊടുക്കുവാൻ. കർത്താവ് നമ്മളോട് കൽപ്പിച്ചത് വേണം നമ്മൾ അനുസരിക്കുവാൻ. അതുകൊണ്ട് എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത് എന്ന് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. മോഡ് ഓഫ് ബാപ്റ്റിസം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. ഇവിടെ നമ്മൾ കാണുന്നത് സ്നാപകനും സ്നാനാർത്ഥിയും ഒരുമിച്ച് വെള്ളത്തിലിറങ്ങിയാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഒരാൾ കരയ്ക്ക് നിന്നുകൊണ്ട് വെള്ളം തളിക്കുകയോ ഒരാൾ കരയ്ക്ക് നിന്നുകൊണ്ട് വെള്ളം തലയിലൂടെ കോരി ഒഴിക്കുകയോ ഒന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനം കഴിപ്പിക്കുന്നത് ഒരുമിച്ച് വെള്ളത്തിലിറങ്ങിയാണ് സ്നാനം കഴിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ തെറ്റായ ഉപദേശങ്ങളിലും തെറ്റായ പഠിപ്പിക്കലുകളിലും നമ്മൾ ആമേൻ കിടന്ന് പെട്ടുപോകാതെ ദൈവവചനത്തിലേക്ക് തിരിയുവാൻ നമുക്കിടയായി തീരണം. നമ്മുടെ കൈകളിൽ നമ്മുടെ ഭാഷകളിൽ എഴുതപ്പെട്ടതായ തിരുവചനം, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടതായ തിരുവചനം നമ്മുടെ കൈകൾ തന്നിട്ടുണ്ട്. ദൈവകൽപ്പന അനുസരിച്ച് അവന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ശക്തീകരിക്കും. നമ്മളിവിടെ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3:23 നമ്മൾ വായിക്കുന്നത്, യോഹന്നാനും ശലേമിന് അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നുവെന്ന്. യേശു കർത്താവ് യോഹന്നാൻ്റെ കൈക്കീഴ് സ്നാനം കഴിക്കുവാൻ ചെന്നപ്പോൾ അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 1:10 നമ്മൾ കാണുന്നത്, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ യേശു കർത്താവ് വെള്ളത്തിൽ നിന്ന് സ്നാനത്തിന് ശേഷം വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് വെള്ളത്തിലിറങ്ങി യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനം ഏൽക്കുകയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3:16 നമ്മൾ വായിക്കുന്നത്, യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി എന്നാണ്. അപ്പോൾ ദൈവമക്കളെ, ഇവിടെ നമ്മൾ കാണുന്നത് സ്നാനം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്, എങ്ങനെയാണ് സ്നാനപ്പെടേണ്ടത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:19 നമ്മൾ കാണുന്നത്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ഹോളി ട്രിനിറ്റി, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വേണം സ്നാനമേൽക്കുവാൻ.
ആകയാൽ ഈ ദൈവിക ചിന്തകൾ ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ. വളരെ തിടുക്കത്തോടെയാണ് ഈ ദൈവജന ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കപ്പെട്ടത്. എന്തുകൊണ്ടെന്നാൽ വളരെ പെട്ടെന്ന് ഗ്രഹിക്കുവാൻ ഇതിടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാവരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്തകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.